അബ്രഹാമും ലോത്തും യാത്ര ചെയ്യുന്നു. അബ്രഹാമിൻ്റെ പ്രതീക്ഷ വാഗ്ദത്ത കനാനായിരുന്നു. ലോത്തിൻ്റെ പ്രതീക്ഷ പച്ചയായത് തിരഞ്ഞെടുത്തു. ലോത്ത് കൂടാരം മാറ്റിയടിച്ച് സോതോമിലെത്തിയപ്പോൾ അബ്രഹാം ഇതാ കൂടാരം മാറ്റിയടിച്ച് ഒരു പരദേശിയെപ്പോലെ താൻ വാഗ്ദത്ത കനാനിലേക്ക് പോവുകയാണ്. രണ്ടുപേരുടെയും ഫോക്കസ് രണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ചുറ്റും ഈ രണ്ട് തരം ആളുകളെയും കാണാൻ കഴിയുന്നുണ്ട്. ലോകത്തിലുള്ള പലതിലും ആശ്രയം വെച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അത് നേടാൻ വേണ്ടി തത്രപ്പാട് പെടുന്ന ആളുകൾ. അതേസമയം അബ്രഹാമിനെ പോലെ വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളും നമ്മുടെ ചുറ്റുമുണ്ട്. ദൈവത്തെ നോക്കി യാത്ര ചെയ്യുന്നവർ. ദൈവം നമ്മെ വിളിക്കുന്നത് വാഗ്ദത്ത കനാന് വേണ്ടിയാണ്. സ്വർഗീയ കനാൻ്റെ പ്രതീക്ഷയിലാണ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനേക്കാൾ വില കുറഞ്ഞതൊന്നും നമ്മെ തടസ്സപ്പെടുത്തരുത്. നമ്മൾ പറയണം, എനിക്ക് പ്രതീക്ഷ നിത്യതയാണ്, സ്വർഗീയമായതാണ്, എനിക്കെൻ്റെ കർത്താവാണ് വലുത്, കർത്താവിനെ വിട്ട് ഒന്നിനും ഞാൻ പോകത്തില്ല. അതെ, നമുക്ക് ലോത്തിനെ പോലെ ലോകപരമായ നേട്ടങ്ങളുടെ പുറകെ പോകാതെ അബ്രഹാമിനെ പോലെ നിത്യതയുടെ പ്രതീക്ഷ നമ്മുടെ ഉള്ളിലേക്കൊന്ന് വരട്ടെ. വിശുദ്ധ ദൈവത്തിൻ്റെ വചനത്തിൽ ഈ രണ്ടുപേരെ എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ മറ്റ് വേദഭാഗങ്ങളിലൊക്കെ നോക്കുമ്പോഴും നമുക്ക് നോഹയുടെ കാര്യം പറയുമ്പോഴും നോഹയും അല്പജനമെന്ന് വെച്ചാൽ 8 പേർ പെട്ടകത്തിൽ കടന്നെന്ന് പറയുന്നു. ഒത്തിരി ആളുകളോടാണ് നോഹ പ്രസംഗിച്ചത്. പക്ഷേ ആരും തിരഞ്ഞെടുത്തില്ല, ആരും അത് ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടത് നോഹയും കുടുംബവും മാത്രമാണ്. കായീനും ഹാബേലും കാണാം. ഹാബേലിനെ കൊന്നിട്ട് കായീൻ മുൻപോട്ട് പോവുകയാണ്. അബ്രഹാമിനെയും ലോത്തിനെയും കാണുന്നുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിൽ എല്ലായിടത്തും ഈ താരതമ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും നമുക്ക് ലോകത്തെ സ്നേഹിച്ച് കടന്നുപോയ ദേമാസിനെ പോലെ, പണത്തെ സ്നേഹിച്ച് യൂതയെ പോലെയുള്ളവരെ കാണാൻ കഴിയുന്നുണ്ട്. പിന്മാറ്റം അന്നുമുണ്ട് ഇന്നുമുണ്ട്. എന്നാൽ ദൈവമുഖത്തേക്ക് നോക്കിയ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ തയ്യാറാകുന്നവരെ ദൈവം ഒരിക്കലും കൈവിടത്തില്ല. നിങ്ങൾ പിന്മാറിപ്പോകുന്നവരാകരുത്. ഏതെങ്കിലുമൊക്കെ സമയത്ത് നിങ്ങളുടെ വിശ്വാസം ക്ഷീണിച്ചു പോയെങ്കിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോയെങ്കിൽ, ഏതെങ്കിലും പാപപ്രവർത്തികളിൽ പെട്ടുപോയെങ്കിൽ നിരാശപ്പെടേണ്ട. കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യും. അവൻ നിങ്ങളെ ചാരെ അണയ്ക്കും. നിങ്ങളുടെ തെറ്റുകളെ അവൻ ക്ഷമിക്കും. നിങ്ങളെ അവൻ ശുദ്ധീകരിക്കും. നിങ്ങൾ പിന്മാറിപ്പോകേണ്ട. കർത്താവിൻ്റെ അടുത്തേക്ക് വാ. പത്രോസിന് പിന്മാറിപ്പോകാമായിരുന്നു. എന്നാൽ പൊട്ടിക്കരഞ്ഞ് കർത്താവിൻ്റെ അടുത്തേക്ക് വരുമ്പം കർത്താവ് പത്രോസിനെ ചേർത്ത് നിർത്തുകയാണ്. അകന്നും ഓടിയും പോയ യൂദ ഒരു മുഴം കയറിൽ ജീവിതം തീരുമ്പം ഇന്നോർക്കുക, ദൈവം നമുക്ക് തരുന്ന പ്രതീക്ഷ നിത്യതയാണ്. മടങ്ങി വരാനുള്ള സമയം ഇന്നുമുണ്ട്. ഇത് തന്നെയാണ് നല്ല സമയം. അതുകൊണ്ട് അധികം നല്ലതിനെ കാംക്ഷിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഗോഡ് ബ്ലസ് യു. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.